ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളെ തുടർന്നായിരുന്നു വിജിലൻസ് അന്വേഷണം. കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്തിന് മലപ്പുറം SP സുജിത് ദാസ് ഒത്താശ ചെയ്തെന്നും ഇതിൽ അജിത് കുമാറിന് പങ്കുണ്ടെന്നും ആരോപണമുയർന്നിരുന്നു. കവടിയാറിലെ ആഡംബര വീട് പണിതതിൽ ക്രമക്കേടുണ്ടെന്നും വീട് നിർമ്മാണത്തിനായി SBIയിൽ നിന്ന് 1.5 കോടി വായ്പ എടുത്തിട്ടുണ്ടെന്നും ആരോപണമുയർന്നിരുന്നു. എന്നാൽ സ്വർണ്ണക്കടത്ത് ആരോപണത്തിൽ കഴമ്പില്ലെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. വീട് നിർമ്മാണം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും സ്വത്ത് വിവരപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കുറവൻകോണത്ത് ഫ്ളാറ്റ് വാങ്ങി 10 ദിവസത്തിനുള്ളിൽ ഇരട്ടി വിലയ്ക്ക് മറിച്ചുവിറ്റു എന്നത് ശരിയല്ലെന്നാണ് കണ്ടെത്തൽ. 2009-ലാണ് ഫ്ളാറ്റ് വാങ്ങാൻ 37 ലക്ഷം രൂപയ്ക്ക് കരാർ ഒപ്പിടുന്നത്. ഇതിനായി 28 ലക്ഷം രൂപ വായ്പ എടുത്തു. 4 വർഷം താമസിച്ച ശേഷം 65 ലക്ഷം രൂപയ്ക്ക് 2016-ൽ ഫ്ളാറ്റ് വിൽക്കുന്നു. വിൽപ്പനയ്ക്ക് 10 ദിവസം മുൻപ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സ്വന്തം പേരിലേക്ക് രജിസ്റ്റർ ചെയ്തുവെന്നും ഇരട്ടി വിലയ്ക്ക് മറിച്ചുവിറ്റത് വഴി കള്ളപ്പണം വെളുപ്പിച്ചു എന്നത് തെറ്റായ കാര്യമാണെന്നും കണ്ടെത്തിയിരുന്നു. മലപ്പുറം SPയുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറിയിൽ അജിത് കുമാറിന് പങ്കുണ്ട് എന്നതായിരുന്നു മറ്റൊരാരോപണം. മരമുറിയിൽ അജിത് കുമാറിനെ ബന്ധിപ്പിക്കുന്ന വിവരങ്ങൾ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഉൾപ്പെടെ നൽകിയ ക്ലീൻ ചിറ്റാണ് വിജിലൻസ് ഡയറക്ടർ മടക്കിയിരിക്കുന്നത്. കേസിൽ തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് SPയുടെ മേൽനോട്ടത്തിലായിരുന്നു അന്വേഷണം. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.